നമസ്കാരം. ഗ്രിഡ് മെത്തേഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരു പെൺകുട്ടിയെ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഷെയ്ഡിംഗ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഡ്രോയിങ് ഗ്രിഡ് ഉപയോഗിച്ച് ചെയ്യുക. റഫറൻസ് ഇമേജ് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇനി ഡ്രോയിങ് ചെയ്യാനായിട്ട് ഒരു 2B പെൻസിൽ നമുക്ക് ആവശ്യമുണ്ട്. ഒരു 6B പെൻസിൽ എടുക്കാം, ഒരു 10B പെൻസിൽ എടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഡെപ്തിനായിട്ട് 12B പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഇറേസർ പെൻസിലും നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ബ്ലെൻഡിങ്ങിനായിട്ട് ഞാനൊരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ഹെയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം 2B പെൻസിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഹെയറിൻ്റെ ആ ഒരു ഫ്ലോ എങ്ങോട്ടേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ കാണാനായിട്ട് കഴിയുന്നതെന്ന് റഫറൻസ് പിക്ക് നല്ലപോലെ ഒബ്സർവ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് പോവുക. ഓരോ ലൈൻസ് ആയിട്ട്, ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒരു എന്താ പറയുക, തോന്നിയ രീതിയിൽ നമ്മൾ ഒരിക്കലും മാർക്ക് ചെയ്യരുത്. മുടി നമ്മൾ വാർന്ന് വെക്കുന്ന, ചീകി വെക്കുന്നതിൻ്റെ ഡയറക്ഷൻ്റെ ബേസിലാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കേണ്ടത്. കോണ്ടൂർ ഹാച്ചിങ്ങിൻ്റെ ബേസിലാണ് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ കാണാനായിട്ട് പറ്റുന്നത് അതിൻ്റെ ബേസിൽ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഓക്കെ, ലൈറ്റായിട്ട് വേണം ആദ്യത്തെ ലെയർ എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. പ്രഷർ കുറച്ച് ഷെയ്ഡ് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗത്തും ലൈറ്റായിട്ട് ഫസ്റ്റ് ലെയർ മാർക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, മുടിയുടെ ഷേപ്പ് ഇങ്ങനെയാണ് ആ ഒരു ഡയറക്ഷൻ പോകുന്നത് ഹെയർസിൻ്റെ. അപ്പോൾ അത് നോക്കി അതിനനുസരിച്ച് ഓരോ ഹെയറായിട്ട് മാർക്ക് ചെയ്ത് പോവാം. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം. ഹെയർ ഡ്രോയിങ് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ നല്ല ബെറ്റർ റിസൾട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടെ പെൻസിൽ ഷാർപ്പൻ ചെയ്യണം. ഓക്കെ, നല്ല തിന്നായിട്ടുള്ള സൂചി മോനെയുള്ള ആ പെൻസിൽ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുക. ആ പെൻസിൽ ചിലർക്ക് ഷാർപ്പൻ ചെയ്യാൻ മടിയാണ്. അത് പലരുടെയും ഡ്രോയിങ് വാല്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ പെൻസിൽ ഇടയ്ക്കിടെ ഷാർപ്പൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. തീർന്നു പോകുമല്ലോ എന്ന് പേടിക്കണ്ട. നമ്മളത് പെൻസിൽ കുറേ സ്റ്റോക്ക് കൊണ്ടുവന്ന് വെക്കണം. ഇനി ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഇതുപോലെ നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാ ഏരിയാസും കവർ ചെയ്ത് കിട്ടണം. ലൈറ്റ് ടോൺ ഹെയർസിൻ്റെ പോർഷനൊക്കെ വേണ്ട ഭാഗങ്ങൾ നോക്കി നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കണം. ഇതുപോലെ വരച്ച് കൊടുത്താൽ മതിയാകും. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ ചെയ്തു വന്ന പോലെ തന്നെ ഫസ്റ്റ് ലെയർ 2B പെൻസിൽ യൂസ് ചെയ്ത് കവർ ചെയ്തെടുക്കാം. ഓരോ ലൈനായിട്ട്, ഓരോ ഹെയറായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും സ്പീഡ് കൂട്ടി പെട്ടെന്ന് തന്നെ തീർക്കണം വിചാരിച്ച് നിൽക്കരുത്. ഓക്കെ, നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഡ്രോയിങ്ങിന്. ഇതുപോലെ സാവധാനം ഓരോ ലൈനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു ഭാഗത്തെ ഹെയർസിന് കുറച്ച് ഡാർക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂവിന് കുറച്ചുകൂടെ പെൻസിലിൻ്റെ ഷെയ്ഡിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രഷർ ഞാൻ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഓക്കെ, നല്ലപോലെ അധികം പ്രഷർ കൊടുക്കണം എന്നല്ല, ആദ്യം ചെയ്ത ലെയറിനേക്കാൾ കുറച്ചുകൂടെ പ്രഷർ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. മേലത്തെ ഈ ഒരു ഭാഗം ലൈറ്റ് ടോൺ തന്നെയാണ്. ഓക്കെ, ആദ്യത്തെ അതേ പ്രഷറിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുക, ഹെയർസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. ഇതിൽ
കളറിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾ നോക്കണം. ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ടോൺ, അങ്ങനെ ഓരോന്നിൻ്റെയും ഓർഡർ അനുസരിച്ച് വരുമ്പോഴായിരിക്കും നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് കഴിയുക. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ റെഫറൻസ് ബുക്ക് നല്ലപോലെ സ്റ്റഡി ചെയ്യണം. ഞാനിപ്പോൾ വരയ്ക്കാനെടുത്ത ഒരു ചിത്രം നല്ലപോലെ സ്റ്റഡി ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി എവിടെയൊക്കെയാണ് ലൈറ്റായിട്ട് കാണുന്നത്, എവിടെയൊക്കെയാണ് ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഹെയർസ്, അതിനനുസരിച്ച് ഞാൻ പ്രഷർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മിഡ് ടോൺ വേണ്ട ഭാഗത്ത് അതിനനുസരിച്ചുള്ള ടോൺ കൊടുക്കണം. ഇതുവരെ നമ്മൾ 2B പെൻസിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒറ്റൊരു പെൻസിൽ കൊണ്ടാണ് ഇത്രയും കളർ ടോൺ ചെയ്തിട്ടുള്ളത്, ലൈറ്റ് ടോണും മിഡ് ടോണും. ഇനി മുടിയുടെ ഈ മുകൾ ഭാഗത്തെ സ്ട്രോക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുക ആ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ഹെയർ കാണാനായിട്ട് കഴിയുന്നത്, അതനുസരിച്ച് മാർക്ക് ചെയ്യണം. ഇനി ഈ ഒരു ഭാഗത്ത് കണ്ടില്ല, മുടി ഈ ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, ഒരു ചെരിച്ച രീതിയിൽ. ഓക്കെ, മുടി മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പാരലൽ സ്ട്രൈറ്റ് ലൈൻ അല്ല, ആ ഒരു ചായ്വ് ഫീൽ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് തന്നെ മാർക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഓക്കെ ആകണമെന്നില്ല, റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, റിപ്പീറ്റേഷൻ ഈസ് ദ കീ ടു മാസ്റ്ററി എന്നാണ് പറയാറ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഡ്രോയിങ് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, എന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എനിക്ക് റിയലിസ്റ്റിക്കായിട്ട്, ഹൈപ്പർ റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കാൻ അറിയാമെങ്കിൽ പോലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. ഓക്കെ, ഇനി നമുക്കത് ബ്ലെൻഡ് ചെയ്യാം. ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തു കൂടി ചെയ്ത് കൊടുക്കണം. ഇവിടെ വളരെ ലൈറ്റായിട്ടുള്ള ടോണാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ പ്രഷർ കുറച്ച് ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, 2B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ഭാഗം ശ്രദ്ധിക്കുക, ഇത് വളരെ ലൈറ്റായിരിക്കും. ആ ഒരു ഭാഗത്ത് ഹെയർസിന് കട്ടി കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവിടെ ആ മുടിയുടെ ചായ്വ് നോക്കുക, അതിനനുസരിച്ച് ഹാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പോർഷൻ ആ ലൈറ്റ് വീഴുന്ന ചെറുതായിട്ട് ലൈറ്റ് ഉണ്ട്, അപ്പോൾ കട്ടി കുറച്ചിട്ട് വേണം ഹെയർസ് മാർക്ക് ചെയ്യാനായിട്ട്. കൃതാവിൻ്റെ ഈ ഒരു പോർഷൻ കുറച്ച് ഡാർക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. ഓക്കെ, ഫസ്റ്റ് ലെയർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും.
ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെയർ എപ്പോഴും ബ്രഷ് തന്നെയാണ് ബെറ്റർ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ബ്ലെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ നോക്കണം നല്ലപോലെ, അതിന് ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഷെയ്ഡ് ചെയ്ത പോലെ തന്നെ ബ്ലെൻഡിങ്ങിലും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതുപോലെ നല്ലപോലെ ടൈം എടുത്ത് അതിനനുസരിച്ച് വരച്ച് കൊടുത്താൽ മതിയാവും. ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് 6B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് മുടിയുടെ ഡാർക്ക് ഫീൽ ചെയ്യുന്ന ഭാഗം 6B പെൻസിൽ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കാം. B പെൻസിലിന് 6B, 8B, 10B തുടങ്ങിയ കാർബണിൻ്റെ കണ്ടൻറ്റ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് പെൻസിലിൻ്റെ ടെമ്പർ കുറഞ്ഞു വരും. അതുകൊണ്ട് ഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത് അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല, മുനയൊടിയാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നല്ലപോലെ നോക്കിയിട്ട് വേണം നമ്മൾ ഷെയ്ഡ് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഡയറക്ഷൻ നോക്കുക, ഹെയർസിൻ്റെ. ഓക്കെ, എവിടെയാണോ ഡാർക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാതെ ഡാർക്ക് ചെയ്ത് തന്നെ കൊടുക്കണം. ലൈറ്റ് ടോൺ വേണ്ട ഭാഗം ലൈറ്റായിട്ടും, മിഡ് ടോൺ വേണ്ട ഭാഗം മിഡ് ടോൺ ആയിട്ടും, ഡാർക്ക് ടോൺ വേണ്ട ഭാഗം ഡാർക്കായിട്ടും തന്നെ നമ്മൾ കാണിക്കണം. അപ്പോഴാണ് ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് നമുക്ക് ഡ്രോയിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയുക. എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഭംഗി ഉണ്ടാവില്ല, ഒരു ഡെപ്ത് ഫീൽ ചെയ്യില്ല. അത് നമ്മൾ നോക്കുക. ഇനി അത് ബ്ലെൻഡ് ചെയ്യാം. സെക്കൻഡ് ലെയർ 6B പെൻസിൽ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത ഭാഗം നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, റെഫറൻസ് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ലപോലെ ഡാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡാർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ വാല്യൂ നമ്മൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. നോക്കുക, ഓരോ ലൈൻസ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. പെൻസിൽ ഇടയ്ക്കിടെ ഷാർപ്പൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ഏരിയയിൽ മുടിയോട് ചേർന്ന് ഹൈലൈറ്റ് വരുന്നുണ്ട്. ആ ഒരു ഭാഗം ഞാൻ ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഷെയ്ഡ് മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, നല്ലപോലെ റെഫറൻസ് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഏത് ഭാഗങ്ങളും വരക്കുമ്പോഴും നമ്മൾ നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഒബ്സർവേഷനും നമ്മൾ ടൈം കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് നല്ല ഡാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 6B പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്.
ഇനി അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ഓക്കെ. ഈ ഒരു ഏരിയയിൽ ആകൃതാവിൻ്റെ ആ ചെറിയൊരു പോർഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നല്ല ഡാർക്കസ്റ്റ് വാല്യൂ ആണ് വരുന്നത്. നല്ലപോലെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം, പ്രഷർ കൂട്ടി ഷെയ്ഡ് കൊടുക്കാം. ഇനി അത് ബ്ലെൻഡ് ചെയ്യാം. ഇനി മേലേക്ക് വരുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ ലൈറ്റ് ടോൺ ആണ്. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്രയും ഏരിയ കവർ ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഡാർക്ക് ഹെയർസ് കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്ത് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നല്ലപോലെ ഒബ്സർവ് ചെയ്തിട്ട് തന്നെ വരക്കുക. നമ്മൾ ധൃതി പിടിച്ച് ചെയ്യുകയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും നമുക്ക് വിട്ടുപോകും. ഓക്കെ, അതുകൊണ്ട് നല്ലപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ഹെയർ സ്റ്റഡിക്ക് തന്നെ ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നത് നല്ല റിസൾട്ട് നമുക്ക് തരും. ഓക്കെ, അല്ലാതെ 10-15 മിനിറ്റിനുള്ളിൽ ഹെയർ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. അതൊക്കെ വെറുതെയാണ്. ഇവിടെ നല്ല വാല്യൂ കാണുന്നുണ്ട് റെഫറൻസിൽ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഡ്രോയിങ്ങിലും ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. മുടിയുടെ ഷേപ്പ് നോക്കുക, എങ്ങനെയാണ് ചീകി വെച്ചിട്ടുള്ളത് നോക്കുക. ഓരോ ഹെയർസിൻ്റെയും ആ ഒരു ഗ്രൂപ്പ് ഹെയർസിൻ്റെ ഡയറക്ഷൻ നോക്കുക. എന്നിട്ട് മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാനാണ്. ഇനി ആകൃതാവിൻ്റെ ഈ ഒരു പോർഷൻ നല്ല ഡാർക്കായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും.
അതിനനുസരിച്ച് പ്രഷർ കൊടുത്ത് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. മുകളിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ലൈറ്റായിട്ടുള്ള ഹെയർസാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവിടെ അധികം പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. പിന്നീട് ഇറേസർ മെത്തേഡ് ഉപയോഗിച്ച് ഹെയർസ് മാർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, മിഡ് ടോൺ വേണ്ട ഭാഗങ്ങളൊക്കെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടോൺ നമുക്ക് കിട്ടും ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അത് നല്ലപോലെ കാർബണിൻ്റെ കണ്ടൻറ് ഉണ്ടാവും ബ്രഷിൽ. പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് പൗഡേഴ്സ് നമ്മളൊരുപാട് ടൈമായി നമ്മൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രഷിൽ തന്നെ എത്രയോ കണ്ടൻറ് ഉണ്ടാവും. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി 10B പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ലെയറാണ് ഇപ്പോൾ ചെയ്യുന്നത്. 10B ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാർക്ക് വേണ്ട ഭാഗം കുറച്ചുകൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. 2B ചെയ്തു, 6B ചെയ്തു, ഇനി 10B ചെയ്യാം. ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് കൈയുടെ അടിയിൽ ഒരു വൈറ്റ് പേപ്പറോ എന്തെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കൈ തട്ടി പല ഭാഗങ്ങളും സ്മഡ്ജായി പോകാൻ ചാൻസ് ഉണ്ട്. ഷെയ്ഡിങ്ങിൻ്റെ എന്താ പറയുക, നമ്മുടെ ഡ്രോയിങ് വൃത്തികേടാകാൻ ചാൻസ് ഉണ്ട്. പല ഭാഗങ്ങളിലേക്കും സ്മഡ്ജായി പോകും. ഇതുപോലെ വരക്കുന്ന സമയത്ത് കൈയുടെ അടിയിൽ ഒരു പേപ്പറോ തുണിയോ എന്തെങ്കിലും വെക്കുക. ഇനി നല്ല രീതിയിൽ ഷെയ്ഡ് കൊടുക്കാം. ഡാർക്ക് വേണ്ട ഭാഗം നോക്കി ഓരോ ലൈൻസായിട്ട് തന്നെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ 10B പെൻസിൽ ഒന്ന് ഷാർപ്പൻ ചെയ്തു. പെട്ടെന്ന് തന്നെ ആ പെൻസിൽ തീർന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെൻസിൽ എക്സ്റ്റെൻഡറിൽ അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എക്സ്റ്റെൻഡറൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പെൻസിൽ തീർന്നു പോകുമ്പോൾ അതിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പുതിയൊരു പെൻസിൽ പിടിച്ച് വരയ്ക്കുന്ന ഒരു ഫീൽ കിട്ടും. 10B 12B ഇതെല്ലാം പെട്ടെന്ന് തന്നെ മൊനയൊടിയുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നല്ല ഡാർക്കസ്റ്റ് ടോൺ ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഷെയ്ഡ് കൊടുക്കണം. 10B പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം ഹെയർസ് ചെയ്തെടുക്കാം. നമ്മൾ നിലവിൽ 2B പെൻസിൽ യൂസ് ചെയ്തു, 6B പെൻസിൽ യൂസ് ചെയ്തു, ഇപ്പോൾ 10B പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 3 ലെയറായിട്ടാണ് നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഓരോ ലെയറും ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്.
ഇനി ഈ ഒരു ഭാഗം നോക്കുക, മുടി എങ്ങനെയാണ് വരുന്നത് നോക്കി അതിനനുസരിച്ച് ഹാച്ച് ചെയ്തെടുക്കണം. 10B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൃതാവിൻ്റെ ഈ ഒരു പോർഷൻ നല്ല ഡാർക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് നമുക്ക് അതിനനുസരിച്ച് തന്നെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ മിഡ് ടോണോ ഡാർക്ക് ടോണോ അങ്ങനെ കാണാനായിട്ട് പറ്റുന്നില്ല. ഇനി മുകളിലേക്ക് വരുമ്പോൾ നെറ്റിയുടെ തൊട്ട് താഴെയായിട്ട് വരുന്ന ആ ഒരു പോർഷനിൽ ആ ലൈറ്റ് മിഡ് ടോൺ അതാണ് വരുന്നത്. അവിടെ അധികം പ്രഷർ കൊടുത്ത് ഷെയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ബ്ലെൻഡ് ചെയ്യാം. ഈ ലൈറ്റ് ടോൺ വേണ്ട ഭാഗത്ത് ബ്രഷ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഹെയർസിൻ്റെ അവിടെ കൂടുതലായിട്ടും ഇറേസർ മെത്തേഡാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, ആ ലൈറ്റ് ടോൺ ആ നെറ്റിയുടെ തൊട്ട് താഴെ വരുന്ന ഒരു പോർഷനിൽ ഹെയർസ് ആ ലൈറ്റ് കളറിലാണ് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ അധികം കട്ടി വേണ്ട. ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഒന്ന് ബേസ് കൊടുക്കാം. ഇപ്പോൾ ചെയ്യുന്ന പോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗം. ഓക്കെ, ബ്ലെൻഡ് ചെയ്യേണ്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഭാഗവും നമ്മൾ വിട്ടുപോകരുത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് പെൻസിലായതുകൊണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ റിംഗ് ലൈറ്റ് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ റിംഗ് ലൈറ്റ് ഇപ്പോൾ ഓൺ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് പെട്ടെന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യും. കണ്ടില്ലേ, ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ പ്രത്യേകതയാണ്. നേരെ മറിച്ച് ഇതിപ്പോൾ ചാർക്കോൾ ഡ്രോയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യില്ല ഒരിക്കലും. ബ്ലെൻഡ് ചെയ്യേണ്ട നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഭാഗം വിട്ടു പോകരുത്. ഈ ബ്ലെൻഡിങ്ങിലൂടെ നമുക്ക് ആ പരമാവധി ആ ഒരു റിഫ്ലക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോ മുടിനാടിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. 2B പെൻസിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് ഓരോ ഹെയർസ് ഇതുപോലെ മാർക്ക് ചെയ്യണം. അതിൻ്റെ ഡയറക്ഷൻ നോക്കി, ഷേപ്പ് നോക്കി, ഓരോ ഹെയർസിൻ്റെയും ഫ്ലോ നോക്കി ചെയ്യണം. ഇനി നമുക്ക് ഇറേസർ പെൻസിൽ യൂസ് ചെയ്യാം. ഇനിയാണ് റിയൽ ഗെയിം നടക്കുന്നത് ഹെയർ ഡ്രോയിങ്ങിൽ. ഒന്ന് കാണിക്കാം. വൈറ്റ് ഹെയർസ് ഫീൽ ചെയ്യുന്ന ഭാഗം അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുന്ന ഭാഗം ഇതുപോലെ
ഇറേസർ പെൻസിൽ എടുക്കുക, ഇതുപോലെ തുടച്ചെടുത്താൽ മതി ഓരോ ലൈൻസായിട്ട്. ഇനി ഈ ഒരു വൈറ്റ് ഹെയർസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഇറേസർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് ഇൻഡൻറ്റിങ് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അത് നമുക്ക് അടുത്ത പാർട്ടിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ മീശ വരയ്ക്കുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പോർഷൻ ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. നിങ്ങൾക്ക് മോണോസീറോ ഇറേസർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് ഇറേസർ പെൻസിലാണ്, കാരണം ഇത് നമുക്ക് ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇറേസർ പെൻസിൽ എടുത്ത് കാണിച്ചു തരുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വരച്ച് ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ടൂൾസുകൾ അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. അതിൽ ട്രിക്ക് ഇറേസർ, അതേപോലെ തന്നെ കുറച്ച് കോസ്റ്റായിട്ടുള്ള നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്ത് മുമ്പോട്ട് പോകാം. സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഈ ഒരു ഭാഗത്തെ ഹെയർസിൽ കുറച്ച് ഹൈലൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഇറേസർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തെടുക്കാം. ഓരോ ലൈൻസായിട്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് മാർക്ക് ചെയ്തെടുത്ത പോലെ ഇത് നമ്മൾ ഇറേസ് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, നിങ്ങളിത് പഠിക്കും. പക്ഷേ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോഴാണ് യഥാർത്ഥ പഠനം നടക്കുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഇവിടെയും ഹൈലൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അതും ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഹെയറിൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോൺസ് വരുമ്പോഴാണ് ആ ലൈറ്റ്, അതേപോലെ തന്നെ ഹൈലൈറ്റ്, മിഡ് ടോൺ, ഡാർക്ക് ടോൺ, ഡാർക്കസ്റ്റ് ടോൺ, ഇതെല്ലാം ഒരേ ലെവലിൽ കാണുമ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് ഡ്രോയിങ്ങിൽ കാണാനായിട്ട് കഴിയുന്നത്. അല്ലാതെ എല്ലാ ഭാഗങ്ങളും ഒരൊറ്റൊരു രീതിയിൽ വരുമ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാവില്ല, ഒരു ഡെപ്ത് കിട്ടില്ല. അപ്പോൾ നമ്മളിതെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡ്രോയിങ് ചെയ്യാം. ഹൈലൈറ്റ് വേണ്ട ഭാഗങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇറേസർ പെൻസിലും നമ്മൾ വൃത്തിയാക്കണം, ഷാർപ്പൻ ചെയ്യണം. ഗ്രിഡ് മെത്തേഡ് എന്ന നമ്മളുടെ ഈ ഒരു പാഠഭാഗത്തിലെ 3ാമത്തെ ഡ്രോയിങ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ ക്ലാസ്സിൽ ഗ്രിഡ് മെത്തേഡ് എന്താണ്, ആ ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഔട്ട്ലൈൻ ചെയ്യേണ്ടത്, പിന്നെ 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പഠിച്ചിരുന്നു. ഒരു പെൺകുട്ടിയെ വരച്ച് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷെയ്ഡ് ചെയ്തിരുന്നു ബിഗിനർ ലെവലിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ. ഈ ഒരു ഡ്രോയിങ് നമ്മളുടെ 3ാമത്തെ ഫേസ് ഡ്രോയിങ് ആണ്. എങ്ങനെയാണ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലായിരിക്കുന്ന ആളുകൾ ഡ്രോയിങ് ചെയ്യുന്നത്, ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ചിത്രം ഞാൻ വരച്ചിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിനെ ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, പല പാർട്ടുകളാക്കി തിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ഹെയർ വരയ്ക്കാം, ഞാനിപ്പോൾ വരയ്ക്കാനായിട്ട് എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതേ സമയം വീഡിയോയിൽ യാതൊരു മാറ്റവും വരുത്താതെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക, അതിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 50 മിനിറ്റെങ്കിലും നിങ്ങൾ ഹെയർ സ്റ്റഡിക്ക് വേണ്ടി മാറ്റി വെക്കുക. ആ 15-20 മിനിറ്റ് വേണ്ട. അങ്ങനെ ചെയ്യുന്ന വർക്കുകൾ എനിക്ക് അയച്ചു തരണ്ട. മാക്സിമം ഒരു 50 മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെക്കണം, എന്നാലും നല്ല റിസൾട്ട് കിട്ടും. ഡ്രോയിങ്ങിന് നമ്മൾ എത്രത്തോളം സമയം കൊടുക്കുന്നോ അത്രത്തോളം റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ 1-2 തവണ കാണുക, കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. എൻ്റെ മെൻറ്റർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കാഴ്ചക്കാർക്ക് റിസൾട്ട് കിട്ടില്ല, കേൾവിക്കാർക്ക് റിസൾട്ട് കിട്ടില്ല, ഓൺലി ആക്ഷൻ ടേക്കേഴ്സിനായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആക്ഷൻ ടേക്കേഴ്സ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ 12B പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ 12B ഇല്ല എങ്കിൽ രണ്ടാമത് 10B പെൻസിൽ യൂസ് ചെയ്താലും മതിയാകും. കുറച്ചുകൂടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 12B പെൻസിൽ യൂസ് ചെയ്തത്. ഓക്കെ, എല്ലാ ലെയറും ഈ ഒരു ഡ്രോയിങ്ങിൽ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ 2B ഉപയോഗിച്ചു, സെക്കൻഡ് ലെയർ 6B ഉപയോഗിച്ചു, തേർഡ് ലെയർ 10B ഉപയോഗിച്ചു, നാലാമത്തെ ലെയർ ഇപ്പോൾ 12B ഉപയോഗിച്ചു. ഓരോ ലെയേഴ്സും നല്ലപോലെ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ലെയർ യൂസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, അപ്പോഴാണ് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് കഴിയുക. ഡാർക്ക് വേണ്ട, നല്ല ഡാർക്കസ്റ്റ് വാല്യൂ വേണ്ട ഭാഗത്ത് 12B പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കൃതാവിൻ്റെ ഈ ഒരു പോർഷനിൽ ഡാർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ ഒരു ഡ്രോയിങ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം ആ ഒരു രീതിയിൽ ഞാനൊരു ഡ്രോയിങ് പഠിപ്പിച്ചിരുന്നു. ഓക്കെ, അങ്ങനെ ഓരോ ഡ്രോയിങ്ങും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോഗ്രസ് കാണാനായിട്ട് കഴിയും. അടുത്ത ക്ലാസ്സിൽ ഇനി നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിൽ ബ്ലെൻഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ നല്ലപോലെ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് പാർട്ടിലെ ഹെയർ ഡ്രോയിങ്ങിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഡ്രോയിങ് ബുക്കിൽ നല്ലപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട്
നിങ്ങൾ വരയ്ക്കുക. 100% കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് കണ്ണുകൾ വരയ്ക്കാൻ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.